നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു എഫക്റ്റ്, മല്ലു എഫക്റ്റ്, ഇങ്ങനെ കുറേ എഫക്റ്റുകൾ നമ്മൾ പറഞ്ഞിപ്പോൾ അത് കേട്ട് കേട്ട് എല്ലാവർക്കും ഏതാണ്ട് മടുത്ത മട്ടായിരിക്കും. പക്ഷേ പറയാതിരിക്കാൻ വയ്യാത്ത ചില പ്രസ്താവനകൾ വരുമ്പോൾ നമുക്കത് വീഡിയോ ചെയ്യാതിരിക്കാനും ആവില്ലല്ലോ. സഞ്ജു എഫക്റ്റ് കൃത്യമായിട്ട് പറയുകയാണ് അഭിഷേക് ശർമ്മ തൻ്റെ ബാറ്റിങ്ങിനെ എങ്ങനെ സഞ്ജു മാറ്റിമറിച്ചു എന്നുള്ളത്. ഇത് ഇന്ത്യ ടുഡേയുടെ ആ പ്രോഗ്രാം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പറയുകയാണ്, അഭിഷേക് ശർമ്മ പറയുകയാണ്, ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ ഒരു ഓഫ് സ്പിന്നർ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഓവറിലെ ലാസ്റ്റ് ബോളായിരുന്നു. സഞ്ജു എന്നോട് വന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല ആ ഓവറിലെന്ന്. പക്ഷേ ഞാൻ വീണ്ടും ഷോട്ട് അടിക്കാൻ പോയി, ഔട്ടാവുകയും ചെയ്തു. എനിക്ക് ആ ഷോട്ട് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഔട്ടായി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, സഞ്ജു ഇനി ഫൈനലിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ, എന്തു പറഞ്ഞാലും ഐ വിൽ ലിസൺ നോ മാറ്റർ വാട്ട്. അതെന്താണെങ്കിലും ഞാനത് കേട്ടിരിക്കും, സഞ്ജു പറയണ പോലെ ചെയ്തിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ 5ാമത്തെ ഓവറിൻ്റെ അവസാനം സഞ്ജു എന്നോട് വന്ന് പറഞ്ഞു, ഈ ഓവറിൽ ഇനി അടിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇനിയും പവർ പ്ലേയിൽ ഒരു ഓവർ കൂടി ബാക്കിയുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ സഞ്ജു പറഞ്ഞ പോലെ തന്നെ വളരെ നോർമലായിട്ട് കളിച്ചു. ദെൻ എൻഡഡ് അപ്പ് സ്കോറിങ് 20 റൺസ് ഇൻ ദി 6th ഓവർ. 6ാമത്തെ ഓവറിൽ 20 റൺ അടിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ പറയുന്നത്. ഇതാണ് സഞ്ജുവിനുണ്ടായിട്ടുള്ള മാറ്റവും. സഞ്ജുവും ആക്രമണത്തിലേക്ക് പോയി പലപ്പോഴും വിക്കറ്റുകൾ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് സഞ്ജു ആകെ മാറി. അങ്ങനെ മാറിയ സഞ്ജുവിനെയാണ് നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെതിരെയും അതുപോലെ തന്നെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെയൊക്കെ കണ്ടത്. അദ്ദേഹം അത് മറ്റുള്ളവരിലേക്ക് കൂടി പ്രസരിപ്പിക്കുന്ന ഒരു കാഴ്ച. സഞ്ജു അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസി കപ്പാസിറ്റിയുള്ള ക്യാപ്റ്റൻ മെറ്റീരിയലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതാണിപ്പോൾ അഭിഷേക് കൃത്യമായിട്ട് പറഞ്ഞത്. സഞ്ജു എഫക്റ്റ് തൻ്റെ ബാറ്റിങ്ങിനെ കൃത്യമായി ഫൈനലിൽ ഗൈഡ് ചെയ്തു എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.